ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാണ്, എന്തിനാ പോകുന്നേ? ഇന്ന് കുറേ ആയല്ലോ വീഡിയോസൊക്കെ കണ്ടിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറിയ ഉത്തരം കേട്ടോ. എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ഇതിൻ്റെ തംബ്നെയിൽ കണ്ടാലും അതുപോലെ തന്നെ ഇത് താഴെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടാലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, നമ്മൾ വോൾവർഹാംപ്റ്റണിൽ നിന്ന് ലണ്ടനിലേക്കാണ് യാത്ര പോകുന്നത്. ലണ്ടനിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശവും കാര്യവും ഒക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അത് കൂടാണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം കേട്ടോ. പുതിയ പേര് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ യാത്ര ലണ്ടനിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഒറ്റ ട്രെയിൻ പിടിച്ചാൽ മതി, അവന്തി വെസ്റ്റ് കോസ്റ്റ്, നേരെ ലണ്ടനിൽ പോയി നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പുതിയ കാഴ്ചകളിലേക്കും പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വോൾവർഹാംപ്റ്റണിൻ്റെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ലണ്ടനിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ലണ്ടനിൽ പോണത്, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളതല്ലേ. അതെ, നമ്മളിവിടുന്ന് അവന്തി എക്സ്പ്രസ്സിലാട്ടോ ലണ്ടനിലേക്ക് പോകുന്നത്. അതായത് നമ്മളൊരു വിസയുടെ അല്ലെങ്കിൽ ഒരു ബയോമെട്രിയുടെ ആവശ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. ഞാനിവിടെ 2025 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഒരു യൂ ടേൺ കേരളത്തിൽ നിന്ന് എടുത്ത് പുതിയ ഒരു കരിയർ അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു എഡ്യൂക്കേഷനൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ മാസ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നെങ്കിൽ ഒരു PSW എടുക്കാം, അതായത് പോസ്റ്റ് സ്റ്റഡി വിസ. ആ വിസയ്ക്ക് ഒരാൾക്ക് ഒരു 3000 പൗണ്ടോളം ചിലവുണ്ട്, അതായത് നാട്ടിലൊരു 3 ലക്ഷം. അപ്പം നാല് പേരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 12,000 പൗണ്ടിന് മുകളിൽ ചിലവ് വരും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാം. അതായത് ഏതെങ്കിലും ഒരു ജോലിയിൽ ആരെങ്കിലും നമുക്കൊരു സ്പോൺസർഷിപ്പ് തരികയാണെങ്കിൽ നമുക്ക് ആ വിസയിലേക്ക് മാറാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ പീരീഡാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ടുള്ളത്. അതായത് വീണ്ടും നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഓൾറെഡി നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ PSWനൊരു പൈസ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് പീരീഡ് നമ്മൾ പാർട്ട് ടൈമാണ് വർക്ക് ചെയ്യണത്. പുതിയതായിട്ടൊരു രാജ്യത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കത്ര റെഡിയല്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു എമൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിംഗിളാണെങ്കിൽ കുറേ കൂടെയൊക്കെ മെച്ചമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു 3 മാസം സമയം അവർ എക്സ്ട്രാ തരും. അതായത് കോഴ്സ് ഒരു ജാനുവരി ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്യിലേക്കൊക്കെ നമുക്ക് ഈ വിസ പൂർത്തിയാവുള്ളൂ, സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു ശരിയായ സ്പോൺസറെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഇവിടെ പറ്റിക്കപ്പെടാനും ഒക്കെ സാധ്യതയുള്ള മേഖലയാണ്. നമ്മൾക്ക് വിസ തരാമെന്ന് പറയുന്നവരുണ്ടാകും, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടാവും, പക്ഷേ ചിലപ്പോൾ ഇതൊന്നും നടന്നു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലും പല സ്റ്റുഡൻസും ഈ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പീരീഡാണ്. ആരെങ്കിലും ഒരാൾ ശരിയായിട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റൊരാളുടെ ലൈഫിന് ഭയങ്കര ഒരു എന്താ പറയുക മൈൽ സ്റ്റോൺ അച്ചീവ്മെൻ്റാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. സഹായ മനസ്ഥിതിയുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരുതപ്പെട്ട എല്ലാ കുട്ടികളും ഈ സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാലും എൻ്റെ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റികളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേ ഡെസ്പായി, കുറേ ടെൻഷനായി, കുറേ നാളുകൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പല സിറ്റുവേഷൻസും നമുക്ക് എത്ര ഷെയർ ചെയ്താലും മനസ്സിലാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ്
എനിക്ക് ഭയങ്കര യാദൃശ്യാൽ ലാസ്റ്റ് 4 ഡേയ്സിനുള്ളിൽ, അതായത് വിസ എക്സ്പയർ ആവുന്നതിന് 4 ദിവസം മുമ്പ് എനിക്ക് മറ്റൊരു സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുകയും അങ്ങനെ ഞാനൊരു സ്പോൺസറെ കണ്ടെത്തുകയും ആ സ്പോൺസറിലൂടെ എൻ്റെ വിസയുടെ പേപ്പർ വർക്ക്സ് വയ്ക്കുകയും ഒരു 4 ദിവസം കൊണ്ട് ആ വിസ സാധ്യമാവുകയും ചെയ്തു. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇവിടെ UK-യിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതെങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയും നടക്കാം. അത് ചിലപ്പം ദൈവത്തിൻ്റെ മാത്രം കൃപ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അത്രമേൽ കരുതിയത് കൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് എന്താ പറയുക, എല്ലാത്തിലും ഉപരി ദൈവത്തോട് മാത്രമാണ് നന്ദി. ഇപ്പോൾ ഒരു ശരിയായ സ്പോൺസർ, അത് മാത്രമല്ല എൻ്റെ കരിയറിൽ നല്ലൊരു ഗ്രോത്തും കിട്ടി. കാരണം എനിക്ക് കുറച്ചുകൂടെ ഒരു അഡ്മിൻ റോളിലേക്കൊക്കെ ഒന്ന് മാറാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു റോൾ എനിക്ക് കിട്ടുകയും അതുപോലെ തന്നെ എനിക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു പീരീഡ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബയോമെട്രി ഒക്കെ ചെയ്യാനായിട്ട് ലണ്ടനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഫാമിലിയായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ലണ്ടനിൽ വരുന്നത്. ഇതിന് മുന്നേ ഞാൻ ലണ്ടനിൽ വന്ന വീഡിയോ ഈ യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനൊക്കെ ഞാനും ഷൂട്ട് ചെയ്തത് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷം ജൂണിൽ ഞാൻ ലണ്ടനിൽ വന്നതാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ 4 പേരും കൂടി, ഞങ്ങൾക്ക് 4 പേർക്കും ബയോമെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലണ്ടൻ യൂസ്റ്റണിൽ വന്നിറങ്ങിയിട്ട് ഇത് ലണ്ടൻ യൂസ്റ്റണിലെ കാഴ്ചകളാണ്. അവിടുത്തെ ഓൾഡ് സ്ട്രീറ്റിൽ വന്നു. അതിന് ശേഷം ഞങ്ങൾ ഗീ സ്ട്രീറ്റിൽ പോയിട്ട് ബയോമെട്രിക്സ് ഒക്കെ ചെയ്തു. താങ്ക് യു പറഞ്ഞു അവർ. ഞങ്ങൾ ബയോമെട്രിക് ഒക്കെ ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ലണ്ടൻ കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത്, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ കടന്നുപോയ സിറ്റുവേഷൻസിലും പിന്നെ ഈ സ്റ്റുഡൻറ്റ് വേഴ്സിൽ നിന്ന് സ്കിൽഡ് വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പറയട്ടെ, അങ്ങനെ ലണ്ടൻ കാണാൻ ഇറങ്ങി. പക്ഷേ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. അത്യാവശ്യം മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് പ്ലാൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ സ്നാക്കൊക്കെ കഴിച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഈ പ്ലാനിങ്ങും അത്ര എളുപ്പമല്ല ലണ്ടൻ്റെ കേസിൽ. കാരണം നമുക്ക് ഇവിടുത്തെ ട്രാവൽ ഓപ്ഷൻസ് അറിയില്ല. ബസ്സിലൊക്കെ എങ്ങനെയാണ് പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തെടുക്കുന്നത്, പാസുകൾ അവൈലബിൾ ആണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു ബേസിക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്കാലത്തും ഇപ്പോൾ ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ ഹെൽപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ChatGPT ആണ്. അപ്പോൾ ChatGPTയോട് ചോദിക്കണമെങ്കിൽ ഒരു സൈഡിലിരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ധാരണയിൽ ഒരു ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ എന്ത് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ പറയാൻ അറിയുന്നത് ലണ്ടൻ ബ്രിഡ്ജ്. എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴും നമ്മുടെ മുൻപിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ 2 പേരും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരുപാട് ലഗേജും ഉണ്ട്. അപ്പോൾ ഈ ലഗേജൊക്കെ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് കൊണ്ട് വെക്കണം. ഞങ്ങൾ സെൽഫ് സ്റ്റോറേജൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മളൊരു ഹോട്ടൽ കണ്ടു, അത്യാവശ്യം റേറ്റൊക്കെ കുറവുള്ള ഒരു ഹോട്ടൽ. എന്നാൽ അവിടെ പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് സ്ഥലം കാണാൻ ഇറങ്ങാം, ഇതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി ആ ഹോട്ടലിലുള്ള ആ സ്ഥലത്ത് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ചുകൂടെ വിശപ്പുണ്ട്, കാരണം അവർ പിസ്സ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഗ്രെക്സിൽ കയറിയിട്ട് അവർക്ക് 2 റോൾസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് അവർ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയായി, അവർ എനർജിയൊക്കെ ആയി. എന്നാൽ ബാഗ് കൊണ്ട് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് റൂം 3 മണിക്കേ കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഏരിയയും പിന്നെ ആ റൂമല്ല ആ ബിൽഡിങ്ങും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. റൂമിലേക്ക് കയറാൻ പറ്റില്ല, ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്താൽ മാത്രമേ ആ ഡോർ ഓപ്പൺ ആവുള്ളൂ. ഒരു ഹോട്ടലിൻ്റെ ലുക്കൊന്നും ഇല്ല, നമ്മുടെ നാട്ടിലെ ഒരു ലോഡ്ജ് പോലൊക്കെ. അങ്ങനെ ഞങ്ങളിത് ഈ സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ 2 പേരും തപ്പുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ ടയേർഡായി, കാരണം എനിക്ക് മടുത്തു. അതിങ്ങനെ തപ്പി ഒന്നും കിട്ടുന്നുമില്ല, പിന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റിലൊന്നും നിൽക്കുന്നില്ല, അങ്ങനെ. പക്ഷെ അച്ചാച്ചൻ കണ്ടിന്യൂസ് ചാർജ് തീരുവോളം തപ്പുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ ഇടിയായി. ഈ പരിപാടി നിർത്തിയിട്ട് അവിടെ തന്നെ റൂം എടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടും
ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് അച്ഛനെ ഉപേക്ഷിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു വലിയ കത്തീഡ്രൽ പള്ളിയുടെ കോമ്പൗണ്ടിലാട്ടോ. അപ്പോൾ ഇത് ലണ്ടനിലെ മറ്റൊരു വലിയ കാഴ്ച എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിലൊന്നാണ്. അതായത് 1666 ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടന് ശേഷം പ്രശസ്ത ശില്പിയായ സർ ക്രിസ്റ്റഫർ വ്രെൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ദേവാലയത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ലണ്ടൻ്റെ ഒരു ഒത്തനടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രശസ്തമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലണ്ടൻ്റെ പ്രതീകമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്ന ഒരു വലിയ ഡോമാണ് ഇത്, ഈ ചർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രിൻസ് ചാൾസിനും അതുപോലെ തന്നെ പ്രിൻസസ് ഡയാനയ്ക്കും ഒക്കെ വിവാഹിതരായത് അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ്ങൊക്കെ നടന്നത് ഈ പള്ളിയിലാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വിൻസെൻ്റ് ചർച്ചിൽ എന്ന് പറയുന്ന സർ വിൻസെൻ്റ് ചർച്ചിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങും നടന്നത് ഈ ദേവാലയത്തിലാണ്. അപ്പം നമ്മുടെ 2ാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ തന്നെ ലണ്ടൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ദേവാലയം മാറി. അപ്പം ഈ ഒരു ദേവാലയത്തിൻ്റെ പുറംഭാഗമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇവിടെ ഒരു പ്രവേശന ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 29 39 ആ സംതിങ് ലൈക്ക് ദാറ്റ്. അത്ര ഫീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ പള്ളിയുടെ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നും കേട്ടോ. എനിക്കും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു ചർച്ചിൽ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് കൊണ്ട് പുതിയൊരു സ്റ്റേ കണ്ടുപിടിച്ചു കേട്ടോ. ഇനി ആ സ്റ്റേയിലേക്ക് എത്താൻ വേണ്ടി ബസ്സൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറേ നടക്കാനൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഊബർ ടാക്സി എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റേ കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിന് മുകളിലുണ്ടായിരുന്നു. എന്നാലും ഈ തിരക്കിനിടയിലും കൂടി അദ്ദേഹം നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല മിതമായിട്ടൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു. അപ്പോൾ അതാ ഈ വഴി കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ താമസ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ്. കാരണം ആ ഒരു ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് ആ കാണുന്നത്. ആ ഒരു കളർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ടൊക്കെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗമാണത്. അപ്പം ഞാനും ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ലണ്ടൻ ബ്രിഡ്ജ് ആസ്വദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇത്ര അടുത്ത് നിന്ന് കാണാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചതുമല്ല, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുമില്ല. അപ്പോൾ എന്നാൽ പോലും എനിക്ക് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്, ഒന്ന് കാണാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്. അത്ര ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. എവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് നോക്കിയാലും ഭയങ്കര ഒരു സീനിക്കാണ്. അത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ടവർ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് നല്ലൊരു സ്റ്റേ കിട്ടിയത്. അവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസ് ഉണ്ട് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജോ ലണ്ടനൊക്കെ കാണാൻ പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ടവർ ഹോട്ടലിൽ റൂംസ് കിട്ടും, ഞാൻ ഗ്യാരണ്ടി. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പം കാരണം ഇത്ര അടുത്ത് നിന്ന് നമ്മുടെ റൂമിൽ നിന്നാണെങ്കിലും റൂമിൻ്റെ കോറിഡോറിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജും തേംസ് നദിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് മസ്റ്റാണ്. ഒരിക്കൽ നമുക്ക് അങ്ങനെ സാധ്യമാകുന്ന ഒരു സമയം നമ്മുടെ മുൻപിൽ വരികയാണെങ്കിൽ എന്തുകൊണ്ടും അതിന് അനുയോജ്യമായൊരു സ്ഥലത്ത് നിങ്ങളും എന്നെപ്പോലെ തന്നെ നിന്നത് ആസ്വദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നല്ല ഹോട്ടലാട്ടോ. അത്യാവശ്യം നല്ല റൂമും പിന്നെ സേഫ്റ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരു എന്താ പറയുക കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആളുകളുമായിരുന്നു അവിടുത്തെ ഓരോരുത്തരും കേട്ടോ. അതിപ്പം നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ അവരതിൻ്റെ ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മളോട് തിരിച്ച് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം.
അപ്പം ഞാൻ ഈ ഹോട്ടൽ റൂമൊന്നും എന്തായാലും കാണിക്കാം. അത്ര വലിയ റൂമൊന്നുമല്ല നമ്മളെടുത്തത്. നമ്മളൊരു സാധാ റൂം, ഒരു ഫാമിലി റൂം, അതും സ്മോൾ സൈസിൽ തന്നെ എടുത്തിട്ടുള്ളത്. അതിലൊരു ബാത്റൂം ഇൻക്ലൂഡഡ് ആണ്. ബാത്റൂമിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിക്കണമെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അതിന് 2 കബോർഡ് ഉണ്ടായിരുന്നു. അതിൽ 2 കബോർഡ്സിലും ഒന്നിൽ നമുക്ക് തുണിയൊക്കെ ഹാങ് ചെയ്യാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നിനകത്ത് നമുക്ക് അയൺ ബോക്സും പിന്നെ അവരുടെ ഹീറ്റർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അയണിങ് എന്താ പറയുക ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതിനകത്ത് ലോക്കർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ലോക്കർ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ആ ടേബിളിനുള്ളിലുള്ളത്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു റൂം, നല്ലൊരു ബെഡ്, നല്ലൊരു TV, അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോണ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം ബേസിക്കായിട്ട് കോഫിയാണ് അവർ എന്താ പറയുക കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. അതിലുപരിയായിട്ട് ഈ പുറത്തെ വ്യൂ ആണ് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയത്. എന്തോ ഒരു സന്തോഷം. അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു വ്യൂ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത്. ചിലപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ റൂംസൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ എന്താ പറയുക ഇതായിരിക്കും, ഏത് ലണ്ടൻ ബ്രിഡ്ജ് ആയിരിക്കും. എന്നാലും ഞങ്ങൾ ഹാപ്പി ആട്ടോ, ഞങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഒരു 3 മണിയായപ്പോൾ നമ്മൾ ചെക്കിങ് ചെയ്തു, അതായത് വൈകുന്നേരം. ഇനി നമ്മൾ നാളെ, അതായത് പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോഴാണ് അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല ടയേർഡാണ് കേട്ടോ. കുറേ നേരം നടന്നു. അവരെ സംബന്ധിച്ച് ഇത്ര അധികം നടപ്പൊക്കെ ഇതാദ്യമായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും എന്താ പറയുക എക്സ്പോസായിട്ട് ഒക്കെ ഉള്ള ആദ്യമായിട്ടാണ് അവർ. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു കോഫി കുടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾക്ക് കോഫി ഇട്ട് തരുന്നത് വേറെ ആയിട്ടല്ല, ഇവക്കുട്ടിയാട്ടോ. ഇവക്കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതെങ്കിലും ആൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കോഫി ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കോഫി ഇടാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഞാനോ എന്ന് ചോദിച്ചു. എന്നാൽ ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ട് എൻ്റെ കൊച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ പപ്പയമ്മയൊക്കെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വീഡിയോ കോളിൽ. അപ്പം അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ അവരെയും കാണിച്ചു കൊടുത്ത് ഇവക്കുട്ടി ചായ ഇടുന്നത്, ചായയല്ല പപ്പയ്ക്ക് മിൽക്കൊക്കെ ഇട്ടിട്ട് ചായ ഇട്ട് കൊടുത്തു. എനിക്ക് കോഫി ഇട്ടു തന്നു കേട്ടോ, ബ്ലാക്ക് കോഫി. അപ്പം അതാണ് ആൾ ചെയ്യണത്. ഇതിൽ ഒരു സാധനവും ആൾക്ക് പരിചയമില്ല, എന്നാലും ഓരോന്നും എടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ച് കൃത്യമായിട്ട് ഇത് അമ്മയ്ക്കാണോ പപ്പയ്ക്കാണോ വേണ്ടിയെന്നൊക്കെ മനസ്സിലാക്കി അതിനകത്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഹെൽപ്പൊക്കെ ഞാനും ചെയ്തു കൊടുത്തിട്ടോ. അപ്പം അതൊക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കംഫർട്ടബിളായ സ്റ്റേറ്റ്, അതിന് മുന്നേ നല്ലൊരു ടഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ടഫ് ഫേസ് ഉണ്ടായിരുന്നു. ചിരിക്കാൻ കഴിയാത്ത, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന, ഒത്തിരി സ്ട്രെസ്സായിട്ടുള്ള, എന്നാൽ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പം ആ സമയത്തിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് എൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ആ സമയത്തൊക്കെ നമ്മൾ ആകെ ആശ്രയിച്ചിരുന്നത് ദൈവത്തെ മാത്രമാണ്. അപ്പം അങ്ങനെ ദൈവത്തെ മാത്രം ആശ്രയിച്ചപ്പോൾ ഉണ്ടായൊരു നല്ലൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നാളെ നിങ്ങൾക്കും ഇതൊരു ഉപകാരമായേക്കാം. അപ്പം ഞാൻ ആ ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ശരിയായ മനുഷ്യർ, അല്ലെങ്കിൽ ചില നന്മയുള്ള, ദൈവവുമായിട്ട് അടുപ്പമുള്ള ചില നല്ല മനുഷ്യരെ എൻ്റെ ചുറ്റിലേക്കും അയക്കുകയാണ് ചെയ്തത്. അതായത് ഞാൻ ഒരിക്കൽ പോലും കാണാത്ത പല ആളുകൾ വന്ന് ഇങ്ങോട്ട് സഹായം ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മളെ കെയർ ചെയ്യുന്നതും, നമ്മളോട് എന്താ പറയുക നമ്മളെ സഹായിക്കാൻ മനസ്ഥിതി അറിയിക്കുന്നതും കണ്ടു. അതുപോലെ തന്നെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് ചേർന്നതാണ്.
ഞാനായിട്ട് അന്വേഷിച്ച് പോയ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലെങ്കിലും ആ സമയത്ത് ഇങ്ങോട്ട് വന്നു ചേർന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ എൻ്റെ മുമ്പിലൊരു മിറക്കിളായിട്ട് മാറിയത്. അപ്പം ഈ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഈ ഒരു സിറ്റുവേഷനൊക്കെ ജസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര അധികം എൻജോയ് ചെയ്ത് നമ്മൾ ഇത്ര അധികം എക്സ്പോസ് ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്നതിലുപരി ഇതൊക്കെ എന്നിലേക്ക് വന്നു ചേർന്നത് ഞാൻ അത്ര അധികം ഒരു ബാഡ് ഫേസിലൂടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലണ്ടനിൽ നിൽക്കുന്ന ദിവസത്തിന് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസത്തിനുള്ളിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എനിക്കൊന്ന് സോൾവ് ചെയ്യാൻ കഴിയണം, ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം എൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക്. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ആഗ്രഹം പോലും ദൈവം കണ്ടു. കാരണം വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ബർത്ത്ഡേയുടെ മുമ്പ് എല്ലാം സോൾവ് ചെയ്ത് ആ ബയോമെട്രിയും ചെയ്തിട്ട് എനിക്ക് വളരെ ഹാപ്പി ആയിട്ട്, അതായത് ടെൻഷൻ ഫ്രീ ആയിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നൊരു കേക്ക് മുറിക്കാൻ പറ്റി. അപ്പോൾ അത് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഏത് മനുഷ്യരായിക്കോട്ടെ, അത് നമ്മുടെ സ്വന്തത്തിലായിക്കോട്ടെ, അകന്നവരായിക്കോട്ടെ, നമ്മൾ അറിയുന്നവരായിക്കോട്ടെ, അറിയാത്തവരായിക്കോട്ടെ, നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും എങ്ങനെ ഒറ്റപ്പെടുത്തിയാലും അതിൽ നമ്മൾ വിഷമം ഉണ്ടാകും. എന്നാൽ ആ സമയത്തും നമ്മളെ കൈവിടാത്ത ദൈവത്തെ മാത്രം നോക്കിയാൽ മതി, അവിടേക്ക് മാത്രം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും ഈ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണിൽ പോലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത അത്ര വലിയൊരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ചുറ്റും നിൽക്കുന്ന ആരും വിശ്വസിക്കില്ല ഇത്ര ദിവസം കൊണ്ട് എനിക്കൊരു വിസ കിട്ടുമെന്ന്. കാരണം ഞാനിപ്പോഴും പറയുമ്പോൾ ആർക്കും അറിയില്ല, ഇതൊരു സത്യമായിട്ട് ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, അത് എനിക്ക് മാത്രം അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ ഭാരപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് കൈപിടിച്ച് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരാളുണ്ട്. അദൃശ്യനാണെങ്കിലും ദൃശ്യമായി പലതും നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും അതൊക്കെ വിട്ടിട്ട് ലണ്ടൻ ബ്രിഡ്ജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അപാര നിർമ്മിതിയാട്ടോ. ഇതിൻ്റെ ഓരോ എന്താ പറയുക, മൈന്യൂട്ട് കാര്യങ്ങളിലും ഓരോന്നോരോ ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ എനിക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കുറേ ആസ്വദിച്ചു. എന്താ പറയുക, കുറേ നേരം അതിലേക്ക് നടന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റേയുടെ അവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് കയറി വന്ന് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ നടന്ന് തൊട്ടടുത്ത ക്വീൻസ് വേ എന്നാണ് പറഞ്ഞു കേട്ടത്, സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ വേയുടെ പേര് ക്വീൻസ് വേ എന്നാണ് പറഞ്ഞത്. അതിൽ കൂടെ നടന്നു. അവിടെയാണ് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റൊക്കെ വന്ന് നിന്ന് ലണ്ടൻ ബ്രിഡ്ജ് കവർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാറ്. അപ്പം ഇതിൻ്റെ ഈ ഒരു തേംസ് നദിയുടെ ഇരു കരകളിലും നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടും പഠിച്ചും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലും നാളത്തെ വീഡിയോയിലുമായിട്ട് അതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വിസിറ്റേഴ്സിനെ കാണാൻ പറ്റും. അതായത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലെ ആളുകൾ, പല കൾച്ചറിലുള്ള ആളുകൾ, പല രീതിയിൽ വസ്ത്രധാരണത്തിലുള്ള ആളുകൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം എല്ലാവരും ഈ മഹാത്ഭുതം കാണാൻ വരികയാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന ആ ഒരു മഹാത്ഭുതം കാണാനായിട്ടാട്ടോ വരുന്നത്. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, കുറേ അവിടെ നിന്നു. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയുടെ ഇതൊക്കെ മാറി അത്യാവശ്യം മോശമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതികഠിനമായ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ക്വീൻസ് വേയിലൂടെ നമ്മൾ നടന്ന്, ഇതിപ്പോൾ സന്ധ്യയായി തുടങ്ങി. നമ്മൾ അതായത് വന്നു കഴിഞ്ഞ് ആ ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഏകദേശം 7:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പം ഇവിടെ UK ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സൂര്യാസ്തമനമൊക്കെ ഉള്ളത്. അതായത് വെളിച്ചം പോവുക, അതുവരെ നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ ഇതൊരു 7:30-8 മണി കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു വീഡിയോയുടെ ടൈമിങ്ങൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ
ന്യൂ മോഡേൺ ടെക്നോളജിയിലുള്ള ബിൽഡിങ്സും കാണാം, ഒരുപാട് ഓൾഡായിട്ടുള്ള ബിൽഡിങ്സും കാണാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ പോവാണ്. പിന്നെ കോസ്റ്റൽ ഗാർഡിൻ്റെ കുറേ ഷിപ്പും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ HMS ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു യുദ്ധക്കപ്പൽ ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ഒന്ന് കാനഡയുടെ ഒരു കൊടിയാണ് ഒന്നിലുള്ളത്, ഒന്ന് UK ഇംഗ്ലണ്ടിൻ്റെ. പക്ഷേ അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതിനും അവിടെ പാസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ പോലെ കിടക്കുന്നു. അപ്പോൾ അവിടെ കടകളൊക്കെ ഏകദേശം ക്ലോസ്ഡാണ്. ചുറോസിൻ്റെയൊക്കെ ഒരു ചെറിയ കൗണ്ടർ കണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് എന്താ പറയുക, ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു ചെറിയ കോർട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ ക്വീൻസിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നൈറ്റാണല്ലോ, നൈറ്റ് പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാൻസും പാട്ടും പബ്ബൊക്കെ പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടു ആസ്വദിച്ചു, വീണ്ടും മുമ്പോട്ട് കടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാലങ്ങൾ ഈ തേംസ് നദിയുടെ കുറുകെയുണ്ട് നമുക്ക് അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടി. പക്ഷേ ഈ നടന്നത്ര ദൂരം, അതായത് ഏകദേശം എനിക്കൊന്ന് 1/4 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ നടന്ന് ഈ ഒരു പോയിന്റിലെത്തിയത്. അപ്പോൾ ഇവിടുന്ന് ഇനിയും തിരിച്ച് നടക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ശരി നമുക്ക് നദിക്ക് കുറുകെയുള്ള ആ ഒരു യാത്ര ഒരു ബോട്ട് എടുത്തിട്ട് അപ്പുറം കിടക്കാം. കാരണം അത്യാവശ്യം ഈ നദിക്ക് കുറുകെയും നല്ല വീതിയുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനാണെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ അത് മാത്രം ഉണ്ടാവും. പിന്നെ നമ്മളൊരു 1/4 മണിക്കൂർ നടക്കുമ്പോഴാണ് നമുക്ക് ഹോട്ടലിലേക്ക് എത്താൻ പറ്റുമ്പോഴത്തേക്ക് പിള്ളേർ ടയേർഡാവുമെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബോട്ടിലാണ് നദിക്ക് കുറുകെ, അതായത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് കേട്ടോ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇറങ്ങുന്നതിന് ഏകദേശം 7-8 പൗണ്ട് എങ്ങാണ്ടായി ഒരാൾക്ക്. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സംഭവവും ഒരു 5 വയസ്സിന് താഴെ ടിക്കറ്റ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ടിക്കറ്റ് വേണ്ടി വന്നില്ല. എന്നാലും ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യിക്കുന്നതിന് ഇത്ര വലിയൊരു എമൗണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ടൂറിസ്റ്റ് ഈ 8:30-9 മണിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ലണ്ടൻ ബ്രിഡ്ജാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഒരു കാര്യം, ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. നമ്മുടെ കണ്ണിന് ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ പിന്നെ ഈ നൈറ്റ് ടൈം ആണെങ്കിലും എല്ലാ ഫുഡ് കോർട്ട്സും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ്. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അവിടെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയാണ്. അപ്പം ഇതും ലണ്ടനിൽ ഏറ്റവും ഹൈലൈറ്റ് ആർന്ന ഒരു കോട്ടയാണ്. അപ്പം അതിൻ്റെ സൈഡിലേക്കാണ് ഈ ബോട്ട് നമ്മളെ കൊണ്ട് ഇറക്കിയത്. അപ്പോൾ ഈ കോട്ടയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ടവർ ഓഫ് ലണ്ടൻ എന്നാണ്. അതായത് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടയാണ് ഈ ടവർ ഓഫ് ലണ്ടൻ. ഭയങ്കര വിടർന്ന് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു കോട്ട. അപ്പം ഇതും നമ്മുടെ ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. അതൊക്കെ കൊണ്ടായിരിക്കാം ഹോട്ടലിന് ടവർ ഹോട്ടൽ എന്നുള്ള ഒരു പേരിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1078 വില്യം ദി കോൺക്വയർ നിർമ്മിച്ചതാണ്. കോൺക്വയർ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു യുനെസ്കോയുടെ ഒരു ലോക പൈതൃക കേന്ദ്രമായിട്ട് ഇതൊരു മ്യൂസിയമായിട്ടൊക്കെ ഇപ്പം നിലനിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അതായത് ഒരു രാജകീയമായ കൊട്ടാരമാണ്. അതിനകത്ത് ജയിലുണ്ട്, ആയുധശാലയുണ്ട്, പിന്നെ ഒരു എന്താ പറയുക നാണയ നിർമ്മാണ കേന്ദ്രമൊക്കെ ആയിട്ട് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. ഇത് പണ്ട് കാലത്ത് ഈ കോട്ടയിലേക്കൊക്കെ ആരെങ്കിലും നുഴഞ്ഞ് കയറുന്നതൊക്കെ തടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങനെയൊക്കെ കയറുന്നതൊക്കെ തടുക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് ഈ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെയൊക്കെ ആഭരണങ്ങളില്ലേ, അതൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആയുധങ്ങളും ചില കവചങ്ങളും ഒക്കെ ഇവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ ടവർ എന്താ പറയുക, തൊട്ടടുത്ത് നമുക്ക് നടന്നാൽ ഈ ടവർ ബ്രിഡ്ജുണ്ട്, തേംസ് നദി കാണാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ഊബർ ബോട്ടിൻ്റെ സർവീസുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ഈ തേംസ് നദിയിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പം പിന്നെന്താ, അതൊക്കെയാണ് ഈ കോട്ടയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ കോട്ടയുടെ ചുറ്റും ഒരു ഫുട് പാത്ത് പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്കിങ്ങനെ കോട്ടയെ ചുറ്റി നടന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളും അതേ റൂട്ടിൽ കുറേ നേരം നടന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ തൊട്ടടുത്തെത്തി. ഇപ്പം നമ്മുടെ ഹോട്ടലിന് തൊട്ട് സൈഡിൽ തന്നെ ഒരുപാട് മറ്റേ സ്റ്റോഴ്സ് ഉണ്ട്. അതായത് നൈറ്റ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഫുഡുകളുടെയൊക്കെ ചെറിയ ചെറിയ കാരവാൻസ് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അതിൽ 2 നമ്മുടെ മലയാളീസിൻ്റെ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു മലയാളീസിൻ്റെ സ്റ്റോർ കണ്ടുവച്ചൊക്കെ പോയി. കാരണം നമ്മുടെ നാടൻ ഷവർമയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വന്നിട്ട് കഴിക്കണം. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ പൂട്ടി. പക്ഷേ ഈ അർബൻ സ്റ്റാക്ക് എന്ന് പറയുന്നത് മറ്റൊരു മലയാളീസിൻ്റെ ആട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ലോഡഡ് ഫ്രൈസും ബീഫ് ലോഡഡ് ഫ്രൈസും പിന്നെ പിള്ളേർക്ക് നമ്മൾ മുട്ടയും അങ്ങനെയൊക്കെയുള്ളതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ലണ്ടൻ കാഴ്ചകളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നാളെ ഇതിലും മനോഹരമായ കാഴ്ചകൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ വീണ്ടും നാളത്തെ വീഡിയോയിൽ കാണാം. ബായ്.